മെർജർ, അമാൽഗമേഷൻ, അക്വിസിഷൻ, അബ്സോർപ്ഷൻ. കൺഫ്യൂസിംഗ് ആണ് അല്ലെ? പക്ഷെ നെറ്റ് എക്സാമിനേഷന്റെ ഫേവറേറ്റ് ഏരിയ ആണ്, ഇന്റർവ്യൂസിനും ഫേവറേറ്റ് ഏരിയ ആണ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. എന്താ മെർജർ? ടു കമ്പനീസ് ജോയിൻ ടുഗദർ ടു ഫോം എ ന്യൂ എൻറ്റിറ്റി. രണ്ട് കമ്പനീസ് ജോയിൻ ചെയ്ത് ഒരു പുതിയ എൻറ്റിറ്റി ഫോം ചെയ്യാന്നാണ് പറയുന്നത്. സോ ആക്ച്വലി വാട്ട് ഹാപ്പനിങ് ടു ദിസ് കമ്പനീസ് ആഫ്റ്റർ മെർജർ? അതായത് ഒരു കമ്പനി ചിലപ്പോൾ എക്സിസ്റ്റ് ചെയ്യാം, ചിലപ്പോൾ രണ്ട് കമ്പനീസും കൂടി ഒരു സിംഗിൾ കമ്പൈൻഡ് എൻറ്റിറ്റി ആയിട്ട് അവർ ഓപ്പറേറ്റ് ചെയ്യാം. അവിടെ നമ്മൾ എക്സാമ്പിൾ എപ്പോഴും പറയുന്നതാണ് വോഡഫോൺ, ഐഡിയ, VI ആയിട്ട്. ഓക്കെ, ഇനി എന്താണ് എക്വിസിഷൻ? അവിടെ ഒരു കമ്പനി വേറൊരു കമ്പനീനെ പർച്ചേസ് ചെയ്യാണ്, അല്ലെങ്കിൽ വേറൊരു കമ്പനിയുടെ മേജർ കൺട്രോളിംഗ് സ്റ്റേക്ക് ഒരു കമ്പനി എടുക്കുന്നു. അപ്പൊ വാൾമാർട്ട് ഫ്ലിപ്കാർട്ടിനെ എക്വയർ ചെയ്തു, കേട്ടിട്ടില്ലേ? അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? ആഫ്റ്റർ ദിസ് ട്രാൻസാക്ഷൻ ഈ രണ്ട് കമ്പനീസും ലീഗലി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. വാൾമാർട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫ്ലിപ്കാർട്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ മേജർ കൺട്രോൾ അല്ലെങ്കിൽ അത് ഓൺ ചെയ്യുന്നത് ആരായിരിക്കും? വാൾമാർട്ട് ആയിരിക്കും, ബിക്കോസ് അവരുടെ കയ്യിലായിരിക്കും മെജോറിറ്റി സ്റ്റേക്ക്. ഇനി എന്താണ് അബ്സോർപ്ഷൻ? അവിടെ ഒരു കമ്പനി വേറൊരു സ്മോളർ കമ്പനീനെ ടേക്ക് ഓവർ ചെയ്യാണ്. അപ്പോൾ എക്യൂറിംഗ് കമ്പനി കുറച്ച് ലാർജ് സൈസ് ഉള്ളതായിരിക്കും. അപ്പൊ അതൊരു സ്മോളർ സൈസ് ഉള്ള കമ്പനീനെ ടേക്ക് ഓവർ ചെയ്യുന്നു അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ സ്മോളർ കമ്പനി പിന്നെ ആഫ്റ്റർ ദിസ് ട്രാൻസാക്ഷൻ ഇല്ലാതാവും. അതിന്റെ ഒരു ഐഡന്റിറ്റി അവിടെ അവിടെ അവസാനിച്ചു, അത് ലിക്വിഡേറ്റ് ചെയ്തു, അത് ഡിസപ്പിയർ ആയി, അത് വൈൻഡപ്പ് ചെയ്തു എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ ICICI ബാങ്ക് ബാങ്ക് ഓഫ് മധുര അതിനെ അബ്സോർബ് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ ബാങ്ക് ഓഫ് മധുരയുടെ ലീഗൽ എക്സിസ്റ്റൻസ് ഇല്ല. ഓക്കെ, അതിനെയാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇനി അപ്പൊ അമാൽഗമേഷൻ എന്താ? അമാൽഗമേഷൻ നടക്കുന്നത് ടു ഓർ മോർ കമ്പനീസ് കമ്പൈൻ ടു ക്രിയേറ്റ് എ കംപ്ലീറ്റ്ലി ന്യൂ കമ്പനി. അതായത് A+B=C. അതായത് ആദ്യത്തെ രണ്ട് കമ്പനീസും ഇല്ലാതായിക്കൊണ്ട് ഒരു പുതിയ കമ്പനി വരികയാണ്. ഓക്കെ, അപ്പോ പഴയ ആ എക്സിസ്റ്റിംഗ് കമ്പനീസിന്റെ അവിടെ ഐഡന്റിറ്റി ഇല്ല, രണ്ടും ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, പകരം ഒരു പുതിയ കമ്പനി വരുന്നു. അമാൽഗമേഷൻ രണ്ട് തരത്തിൽ നടക്കാം. അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ, അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് അബ്സോർപ്ഷൻ. അപ്പൊ നമുക്കിതൊരു സിമ്പിൾ ടിപ്പിൽ ആലോചിക്കാം. മെർജർ എന്ന് പറയുമ്പോൾ കമ്പനീസ് ജോയിൻ ടുഗദർ. ഓക്കെ, എക്വിസിഷൻ എന്ന് പറയുമ്പോൾ ഒരു കമ്പനി വേറൊരു കമ്പനീനെ വാങ്ങാണ്. ഇനി അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ലാർജ് കമ്പനി ഒരു സ്മോളർ കമ്പനീനെ ടേക്ക് ഓവർ ചെയ്യാണ്. അപ്പൊ ഈ സ്മോളർ കമ്പനി പിന്നെ ഇല്ലാതാവും. അമാൽഗമേഷൻ എന്ന് പറയുമ്പോൾ രണ്ടോ അതിൽ കൂടുതലോ കമ്പനികൾ ഇല്ലാതായി ഒരു പുതിയ കമ്പനി, അവിടെ ഒരു ന്യൂ കമ്പനി ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ.